ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ട് അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യ, വിധവ, ഭിന്നശേഷി, അവിവാഹിത, കാർഷിക തൊഴിലാളി സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കുമുള്ള 2024 വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് നടന്നുവരികയാണ്. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്ന ഈ മസ്റ്ററിങ്ങുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങളും സർവർ തകരാറുകളും നെറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മടങ്ങിപ്പോവുകയും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് 62,60,754 ഗുണഭോക്താക്കൾക്കാണ് വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും അർഹരായിട്ടുള്ളത്. ഇതിൽ ജൂൺ 25 ശേഷം ഇതുവരെയായി 18,15,715 പേരാണ് ഇതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത്. വിരലുകളും കണ്ണുകളും സ്കാൻ ചെയ്തിട്ട് ശരിയാത്തവരിൽ ഒരുപാട് പേര് മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുണ്ട്. വിരലുകളും കണ്ണുകളും സ്കാൻ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ശരിയാകാതെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ ലൈവ് സർട്ടിഫിക്കറ്റുകൾ 438 പേരാണ് സമർപ്പിച്ചിട്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇന്നു മുതൽ സമ്പൂർണ്ണ മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കുകയാണ്. സമയപരിധി ഇല്ലാതെ ഇന്നു മുതൽ സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി പെൻഷൻകാർക്കും മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുമെന്നാണ് അക്ഷയ പ്രൊജക്ട് ഓഫീസിൽ നിന്നും പറഞ്ഞിരിക്കുന്നത്. മസ്റ്ററിങ്ങിന് 30 രൂപയാണ് ഫീസ്. ഇനി ആർക്കെങ്കിലും സാമൂഹിക സുരക്ഷാ പെൻഷനൊപ്പം ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നെങ്കിൽ അവർ അത് രണ്ടിനും മസ്റ്ററിംഗ് ചെയ്യണം. 60 രൂപയാണ് ഫീസ് നൽകേണ്ടത്. കിടപ്പ് രോഗികൾക്കും വയ്യാത്ത ആളുകൾക്കും അക്ഷയ പ്രതിനിധികളുമായി ബന്ധപ്പെട്ടാൽ അവർ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്ത് നൽകും. അതിന് 50 രൂപയാണ് ഫീസ് നൽകേണ്ടത്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിങ്കളാഴ്ച മുതൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. എങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ച് അന്വേഷിച്ച് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓഗസ്റ്റ് 24 വരെ മസ്റ്ററിംഗ് ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള അവസരം നിഷേധിക്കുന്ന കട അടച്ചിട്ടുള്ള സമര പരിപാടികളിൽ നിന്നും റേഷൻ വ്യാപാരികൾ പിന്മാറണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴ, ശക്തമായ മഴയായിരിക്കുമെന്ന് സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കും. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മലയോര മേഖലകളിലും മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ കൃത്യമായ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.